ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് രേണുസുതി. ആദ്യമേ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. നോക്കുക, നമ്മളോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണ്. കേരളത്തിൽ ആരാണ് ഏറ്റവും മികച്ചൊരു ആക്ടർ? അപ്പോൾ ഞാൻ നിങ്ങളും പറയും മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, അങ്ങനെ ആയിട്ടുണ്ടാവും നമ്മൾ പറയുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഞാൻ പറയുകയാണ്, ഇവരാരുമല്ല ഏറ്റവും മികച്ച ആക്ടർ. അത് രേണുസുതിയാണ്. ഗിന്നസ് ബുക്കിലടക്കം എഴുതി വെക്കേണ്ട ഒരു പേരാണ് രേണുസുതി. എങ്ങനെയാണ് രേണുസുതി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കാവുകയാണ്. രേണുസുതി 10 മാസത്തിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളും നിലവിൽ പറയുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയുകയാണ്. നോക്കുക, നമ്മുടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഇപ്പോൾ ദുബായിലേക്ക് പോകുന്നുണ്ട്, സൗദി അറേബ്യയിലേക്ക് പോകുന്നുണ്ട്, അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നുണ്ട്, നോക്കുക നല്ല മാറ്റമുണ്ട്, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വരുന്ന ഒരു സംസാരത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. ഇവിടെ അങ്ങനെയല്ല. രേണുസുതി വെറും 9 മാസം കൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ്. അപ്പോൾ രേണുസുതി 9 മാസം മുമ്പ് പറഞ്ഞ ചെറിയൊരു കാര്യം ഞാൻ ഇവിടെ സൈഡിൽ വെക്കുകയാണ്. അതിനുശേഷം നിലവിൽ ആ കാര്യത്തെക്കുറിച്ച് രേണുസുതി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സാണ്. കൈമടക്ക് പോലും മാറ്റിയിട്ടില്ല. സോ ഈ ഒരു ഡ്രസ്സ് നമ്മൾ പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. രേണു ഒരു ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ? രേണുവിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സുധിച്ചേട്ടൻ്റെ സ്മെല്ല് എന്നും കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് സുധിച്ചേട്ടൻ ലാസ്റ്റ് ഇട്ടിട്ടുള്ള ഡ്രസ്സ് എനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട്, ഏട്ടൻ്റെ സ്മെല്ല് ഇതിലുണ്ട് ഇപ്പോഴും, ഏട്ടൻ്റെ സ്മെല്ല്. അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ തന്നെ വേണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ മരിച്ചവരുടെ സ്മെല്ലെടുത്തിട്ട് പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് തരുമെന്ന്. എനിക്ക് എൻ്റെ ഏട്ടൻ്റെ മണം ലൈഫ് ലോങ് എപ്പോഴും കൂടെ വേണമെന്ന്. എൻ്റെ ലെവൽ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ പെർഫ്യൂം ആക്കി കൊണ്ടുതരും കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ദുബായിലുള്ള യൂസഫ് ഭായിയെ പോയി കാണാനാണ്. നമ്മളപ്പോൾ ഇന്ന് യൂസഫ് ഭായിയെ നേരിട്ട് പോയി കാണാൻ പോവുക. സുധിച്ചേട്ടൻ്റെ ഈ ഒരു ഡ്രസ്സ് അങ്ങോട്ട് കൊടുത്ത് സുധിച്ചേട്ടൻ്റെ സ്മെല്ലായിട്ട് പെർഫ്യൂമായിട്ട് നമ്മളിന്ന് തിരിച്ചിങ്ങോട്ട്. നോക്കുക, രേണുസുതി ലക്ഷ്മി നക്ഷത്രയോട് പറയുകയാണ്, എൻ്റെ സുധിച്ചേട്ടനെ എനിക്ക് എന്നേക്കുമായി മറക്കാതിരിക്കാൻ വേണ്ടി ഒരു പെർഫ്യൂം ഉണ്ടാക്കി തരണമെന്ന്. അങ്ങനെ ലക്ഷ്മി നക്ഷത്ര നല്ല രീതിയിൽ റിസ്ക് എടുത്തുകൊണ്ട് ദുബായിൽ യൂസുഫ് ഭായ്, അതായത് യൂസുഫ് ഭായ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫ്യൂം മേക്കറിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി, അതായത് സുധിച്ചേട്ടൻ്റെ ഈ ഷർട്ടൊക്കെ ഉണ്ടല്ലോ, ആ ഷർട്ട്, വിയർപ്പുള്ള ഷർട്ടിൻ്റെ ഒരു പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം പെർഫ്യൂം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഈ പെർഫ്യൂം നമ്മുടെ രേണുസുതിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ രേണുസുതി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം നിലവിൽ രേണുസുതി എന്താണ് പറയുന്നത്, അവരുടെ ആക്ടിംഗ് ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ ഈ പെർഫ്യൂം രേണുസുതിക്ക് കൈമാറുമ്പോൾ രേണുസുതി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, സുധിച്ചേട്ടനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ച് വരത്തില്ല, വിയർപ്പൊക്കെ ആയിട്ട് അതേ മണം തന്നെ സെയിമാണ്. സുധിച്ചേട്ടൻ ഒത്തിരി ഓവറായിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് നൈറ്റ് വരുമ്പോഴത്തേന് ഷർട്ടിന് വേട്ടന വരുമ്പോഴുള്ള ആ സ്മെല്ല്. നോക്കുക, ലക്ഷ്മി നക്ഷത്ര രേണുസുതിയുടെ ആഗ്രഹപ്രകാരം യൂസുഫ് ഭായിയുടെ അടുത്ത് പോയി ഇതിനൊരു പെർഫ്യൂം ഉണ്ടാക്കുകയാണ്. അതിനുശേഷം ഇതിനെ കൈമാറുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇത് സുധിച്ചേട്ടൻ്റെ തന്നെ മണമാണ്. ഈ മണം ഞാൻ മണപ്പിക്കുമ്പോൾ സുധിച്ചേട്ടൻ ഉണ്ടാകുന്നത് പോലെയാണ് എനിക്ക് ഫീലാകുന്നത്. അങ്ങനെയൊക്കെയാണ് രേണു ആ സമയത്ത് ലക്ഷ്മി നക്ഷത്രയോട് പറഞ്ഞത്. പിന്നീട്, അതായത് 9 മാസത്തിനിപ്പുറം ആ ഒരു സ്പ്രേയെക്കുറിച്ച് രേണുസുതിയോട് ചോദിക്കുമ്പോൾ രേണുസുതി പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം. ഓക്കെ, ഇല്ല, നിങ്ങൾക്കത് മണത്താ ഇവിടെ ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന്. അതായത് സുധിച്ചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട്
കുളിക്കുന്നതിനൊക്കെ മുന്നേ ഷർട്ട് ഊരി ഇടത്തില്ലേ, അപ്പൊ അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ്. അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്തടിച്ചോണ്ട് നടക്കുന്നത്? അത് അടിക്കാൻ പറ്റുന്ന അല്ല അത് തീർന്നിട്ടും ഇല്ല, അത് അതുപോലെ ഇരിപ്പുണ്ട്. നോക്കുക, ഇതൊരു പറയുന്ന രീതി നിങ്ങൾ നോക്കണം. അതായത് മുമ്പത്തെ വീട് നിങ്ങൾ കണ്ടല്ലോ, കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ഇത് സുധിച്ചേട്ടൻ്റെ മണമാണ്, ഈ ഒരു മണം മണപ്പിക്കുമ്പോൾ എനിക്ക് സുധിച്ചേട്ടൻ അടുത്തുണ്ടാവുന്നത് പോലൊരു ഫീൽ ആവുന്നു എന്നാണ് അപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് എന്താണ്, വലിയൊരു നാറ്റമാണ്, അതിനൊന്ന് സ്മെല്ല് ചെയ്യാൻ പോലും പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്, എനിക്ക് അങ്ങനെ തന്നെ പറയാനുള്ളത്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അതായത് റീൽ ചെയ്യാം, നിങ്ങൾക്ക് സീരിയലിൽ അഭിനയിക്കാം, നിങ്ങൾക്ക് സോങ്ങിൽ ആൽബത്തിൽ അഭിനയിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? സുധിച്ചേട്ടനെ എന്തുകൊണ്ട് നിങ്ങൾ, ഞാനൊരു ഒറ്റ കാര്യം പറയുകയാണ്, ഈ ഒരു സ്പ്രേയെ കുറിച്ച് ഇങ്ങനെ പറയേണ്ട എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ? അതായത് ആ സ്പ്രേ അങ്ങനെയാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നതെങ്കിലും വെറുതെ എങ്കിലും ഈ ഒരു മീഡിയാസിന് മുമ്പിൽ എന്തിനിങ്ങനെ പറയുന്നു? വെറുതെ പറയാമല്ലോ, അതെൻ്റെ സുധിച്ചേട്ടന് ഓർമ്മ വരുമ്പോൾ ഞാൻ മണപ്പിക്കലുണ്ട്, അങ്ങനെയെങ്കിലും പറയലുണ്ടല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ നെഗറ്റീവാണ് വന്നത്. ഇതിനെക്കുറിച്ച് എല്ലാവരും നെഗറ്റീവ് കമൻ്റാണ് പറഞ്ഞത്. ആ നെഗറ്റീവ് കമൻറ്റിനെ ഈ രേണു പറഞ്ഞ കാര്യങ്ങൾ, അതായത് കുറേ നെഗറ്റീവ് വരുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് രേണു പറഞ്ഞതും കൂടി കേട്ടുകൊണ്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം. ഓക്കെ, നെഗറ്റീവ് കമന്റ്സിനൊക്കെ എങ്ങനെ കാണുന്നത്? അത് നേരത്തെ ഞാൻ റിപ്ലൈ കൊടുക്കുമായിരുന്നു ഒരിടയ്ക്ക്, ഇപ്പം അത് കൊടുക്കാറില്ല. കാരണം ഈ സ്ഥിരം അക്കൗണ്ടിൽ നിന്നാണ് ഈ നെഗറ്റീവ് കമൻസ് വരുന്നത്. നേരിട്ട് ഒരുപാട് പേര് എന്നെ കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ ആരും നേരിട്ട് എന്നെ ഒരു ബോഡി ഷേമിങ്ങും ചെയ്തിട്ടില്ല, നെഗറ്റീവും പറഞ്ഞിട്ടില്ല. കാരണം ഇനിയും വീഡിയോയ്ക്കകത്തോ ഫോട്ടോയ്ക്കകത്തോ കാണുന്നതുകൊണ്ടായിരിക്കണം, വേറെ ഒരു കാരണം നേരിട്ട് കാണുന്നവർ പറയുന്നത് അതിൽ കാണുന്ന പോലെ അല്ല. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കും ഒരു ബോഡി ഷേമിങ് ചെയ്യാൻ. എനിക്ക് കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ നെഗറ്റീവ് കമൻസ് അതങ്ങനെ വന്നുകൊണ്ടിരിക്കും, നമ്മളാ സൈഡിൽ കൂടെ പൊക്കോണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. എങ്ങനെ നിങ്ങളുടെ വീഡിയോ കണ്ട് നെഗറ്റീവ് പറയാതിരിക്കും? അതായത് വളമ്പുന്നത് ഇത്തരത്തിലുള്ള കാര്യമല്ലേ? 10 മാസത്തിന് മുമ്പ് എന്തൊക്കെയായിരുന്നു ഇവർ പറയുന്നതും നിലവിലെ ഇവർ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കുക. ഇന്നലെ ഒരു റീൽ ഞാൻ കാണാനിടയായി. റോഡ് സൈഡിൽ വെച്ച് റീൽ കളിക്കുകയാണ്, യാത്രക്കാർ തെറിയാണ് വിളിക്കുന്നത് ഇവർക്കെതിരെ. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ എന്ത് ആവശ്യമാണ് നിങ്ങൾക്കുള്ളത്? മര്യാദ പോലെ ഞാൻ ഒറ്റ കാര്യം പറയാം, കൊല്ലം സുധിയുടെ മരണം കൊണ്ട് ഇവരുടെ അക്കൗണ്ട് നല്ല റിച്ചാവുകയാണ്. കൊല്ലം സുധിയുടെ മരണത്തിന് നല്ല രീതിയിൽ സെൻറ്റിമെൻറ്റൊക്കെ അടിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, അതിലൂടെ നല്ല രീതിയിൽ ഫോളോവേഴ്സ് ആവുകയാണ്. അതിനുശേഷം ഞാൻ നാലാളിലേക്ക് എത്തിയെന്ന് അറിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള അഹങ്കാരം. ഒരൊറ്റ കാര്യം പറയുകയാണ്, ഈ സുധിച്ചേട്ടനുണ്ടല്ലോ, ഈ സുധിച്ചേട്ടനെ വെച്ച് എന്തൊക്കെയാണ് വലിയൊരു സ്റ്റാർ മാജിക്കിൻ്റെ ടീംസ് വലിയൊരു വീട് വെച്ചടക്കം കൊടുത്തിട്ടുണ്ട്. എല്ലാം കൈക്കലായതിനു ശേഷം നല്ല രീതിയിൽ സബ് കൂടി, നല്ല രീതിയിൽ ഫോളോവേഴ്സ് കൂടി, അതിനുശേഷമാണ് ഈ വൃത്തികേടൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ രേണു സുധിയോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എവിടെ നിന്നാണ്, അതായത് നിങ്ങളുടെ ഭർത്താവ് മരിച്ചു പോയതിന് ശേഷം ഇത്രയും വലിയൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? അതിനുള്ള ഉത്തരവും കൂടി രേണു പറയുകയാണ്, അതും കൂടി കേൾക്കാം നമുക്ക്. പിന്നെ ഒരു കാര്യമുണ്ടടാ, സുധിച്ചേട്ടനെ പോലെ ഒരു വലിയൊരു കലാകാരന്റെ കൂടെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു 5 വർഷം ചുരുങ്ങി 6 വർഷം ആയിട്ടില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടും കേട്ടും ഒക്കെ കൂടെ ജീവിച്ചതാണ്. അപ്പം എന്താ പറയുക, അഭിനയത്തെപ്പറ്റി കൂടുതൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിലും ഓരോ കാര്യങ്ങൾ എനിക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുന്നു പറഞ്ഞു തരുമായിരുന്നു, ഓട്ടെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ. അപ്പം അതൊക്കെ കേട്ടും അതുപോലെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം. ഇപ്പം അദ്ദേഹം എന്തായാലും എനിക്ക് നമ്മൾ ഹസ്ബൻഡിനെ നമ്മൾ ബഹുമാനിക്കുന്നു. ഇപ്പം അദ്ദേഹം എന്നെ വിട്ട് പിരിഞ്ഞപ്പോൾ നമുക്കൊരു ദൈവതുല്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നോക്കുക, രേണു പറയുകയാണ്, എനിക്ക് ഈ കരിവൊക്കെ കിട്ടിയത് സുധിച്ചേട്ടനിൽ നിന്നാണ്. അതായത് സുധിച്ചേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് വന്ന് പറഞ്ഞു തരും ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ, അതിൽ നിന്നാണ് എനിക്ക് ഈ കോൺഫിഡൻസ് കിട്ടിയത് എന്നാണ് രേണു പറയുന്നത്. അപ്പോൾ രേണുവിനോട് എനിക്ക് പറയാനുള്ളത്, വെറുതെ മരിച്ചു പോയവരെ വിറ്റ് ജീവിക്കാതിരിക്കുക. അതായത് സുധിച്ചേട്ടന് നിനക്ക്, അതായത് ഞാനൊരു സുധിച്ചേട്ടൻ്റെ ഒരു ഫാൻ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, സുധിച്ചേട്ടൻ പറഞ്ഞു കൊടുത്തത്, അതായത് സുധിച്ചേട്ടന് എന്താണ് ചെയ്യുന്നത് അതിനെ പിന്തുടരുന്നതാണെങ്കിൽ ഇങ്ങനെയല്ല രേണു കളിക്കേണ്ടത്. രേണുവിൻ്റെ ഒരു കളി നോക്കുക നിങ്ങൾ, റോട്ടിൽ ഡാൻസ് കളി,
ആ പെർഫ്യൂമിനെ കുറിച്ച് എന്തൊക്കെയോ മുമ്പ് പറഞ്ഞു, നിലവിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തൊക്കെ അവരുടെ ഡ്രസ്സ് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, അവരുടെ ഇഷ്ടമാണ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. അവരുടെ നിലവിലുള്ള ഡ്രസ്സും എന്തൊരു കഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് രേണു സുധിയോട് ഇഷ്ടംപോലെ ആൾക്കാരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും മരിക്കാനുള്ളവരാണ്, അതിനൊരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പോൾ അവരൊക്കെ ജീവിക്കുന്നത് എന്തൊരു വൃത്തിയിലാണ്. നിങ്ങൾ ആൽബം ചെയ്യണം, നിങ്ങൾ റീൽ ചെയ്യണം, നിങ്ങളെല്ലാം ചെയ്യണം, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇത്തിരി ഇത് വേണ്ടേ? അതായത് നോക്കുക, ആരെങ്കിലും ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ തന്നെ പറയുകയാണ്. ആ ഒരു സ്പ്രേയെ കുറിച്ച് പറയുമ്പോൾ നിലവിൽ മുമ്പ് എന്താണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, നിലവിൽ എന്താണ് പറയുന്നത്, ഇതുപോലത്തെ ക്യാരക്ടർ നിങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.